everyone. ഞാൻ ഡാർലി. ഞാനൊരു ലൈസൻസ് പ്രൊഫഷണൽ കൗൺസിലറാണ്. അതോടൊപ്പം ഒരു ലൈഫ് കോച്ചുമാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ മലയാളം യൂട്യൂബ് ചാനൽ കോൾഡ് മലയാളി മനസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സിൻസ് ദിസ് ഈസ് മദേഴ്സ് ഡേ, മദർഹുഡിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേം ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ടേം മെട്രേസെൻസ് എന്നാണ്. അതിന് മലയാളത്തിലൊരു അതിനൊരു സിനോണിമായിട്ടൊരു കറക്റ്റ് വേർഡായിട്ടില്ല. ഒരു ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് പറ്റില്ല. പക്ഷേ മാതൃത്വത്തിലേക്ക് കടക്കുമ്പോൾ സ്ത്രീയുടെ മനസ്സിലും ശരീരത്തിലും നടക്കുന്ന ആഴത്തിലുള്ള മാറ്റം, അതാണ് ശരിക്കും മെട്രേസെൻസ്. നമ്മൾ പറയും അതൊരു ഫേസ് ആണ്, അതെല്ലാവർക്കും ഉള്ളതാ, ആയിക്കോളും, കുറച്ച് കഴിയുമ്പോൾ നീ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സ്ത്രീ ഒരു മാതാവായി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെയാണ് നമ്മൾക്ക് കിട്ടാറുള്ളത്. പക്ഷെ അത് ആക്ച്വലി അങ്ങനെ അല്ല. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അതൊരു നമ്മളുടെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജ് ആണ്. നമ്മൾ പറയും ഇൻഫൻറ്റ്, ടോഡ്ലർ, ആൻഡ് ദെൻ ടീനേജർ, ആൻഡ് ദെൻ ബിക്കംസ് എൻ അഡൾട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ ഒരു മാതാവായി കഴിയുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിയുമ്പോൾ അവൾക്ക് തിരിച്ചു വരാൻ ഒരിക്കലും പറ്റില്ല. അതൊരു പെർമനൻ്റ്ലി ഒരു ചേഞ്ച് സംഭവിച്ചു കഴിയും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ അവൾക്ക് ശരീരത്തിലും മനസ്സിലും അവളുടെ ബ്രെയിനിൽ എല്ലായിടത്തും എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു കുട്ടിയുടെ DNA, ഒരമ്മ മോർ ദാൻ 20 years ആ കുഞ്ഞിൻ്റെ DNA അമ്മയുടെ ബോഡിയിലുണ്ട്. അത്രയ്ക്കും ചേഞ്ച് ആ അമ്മയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അല്ലേ. അപ്പോൾ പക്ഷെ അത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അത് ജോയ് ഓഫ് ഹാവിങ് ദറ്റ് ബേബി ഇൻ യുവർ ആർംസ് ആൻഡ് joy of, oh my God, I created this baby came from me, right? And this baby depends on me 100%, and this baby is not going to go anywhere. This is my baby, and that is the most joyful experience anybody can have, right? There is no question about it. So ആ എക്സ്പീരിയൻസിൻ്റെ കൂടെ തന്നെ ഈ അമ്മയ്ക്ക് ഫീൽ ചെയ്യുകയാണ്, അമ്മയ്ക്ക് ഒരു ഗ്രീഫും ഉണ്ട് അല്ലേ. ആ ഒരു ഗ്രീഫ് ഓഫ് ലൂസിങ് ഹെർ സെൻസ് ഓഫ് സെൽഫ്. ഇനി ഞാനില്ല അല്ലെ, ഇനി ഞാൻ അമ്മയാണ്, അതിനു മുമ്പുള്ള ഞാൻ ഇനിയില്ല. അപ്പോൾ ആ സ്പ്ലിറ്റിംഗ് എക്സ്പീരിയൻസ്, റൈറ്റ്, ജോയ് ആൻഡ് ഗ്രീഫ്, അത് ഒത്തിരി കൺഫ്യൂസിങ് ആണ് ഒരമ്മയ്ക്ക്. ആ കൺഫ്യൂഷൻ്റെ കൂടെ തന്നെ ഒത്തിരി ഗിൽറ്റും വരുന്നുണ്ട്. എനിക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, പക്ഷെ ഞാൻ എന്താണ് ഇങ്ങനെ സങ്കടം അനുഭവിക്കുന്നത്, ആ ഒരു ഗിൽറ്റ്. അപ്പം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ചാലും അവരും പറയുന്ന ഇതാ, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട്, ദാറ്റ്സ് ഓക്കെ, കുറച്ച് നേരം കഴിയുമ്പോൾ മാറിക്കോളും, റെസ്റ്റ് എടുക്കുക, കൊച്ചുറങ്ങുമ്പം നീ അപ്പം തന്നെ ഉറങ്ങുക. അങ്ങനെ അതിൻ്റെ ഒരു ലൊജിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ ആ ഇമോഷണൽ ആസ്പെക്റ്റ് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം നമ്മളുടെ ഒരു കൾച്ചറിൽ, കേരളയിലുള്ള നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് തന്നെ പറയാം, നമ്മൾ കൂടുതലായിട്ടും നമുക്ക് കോഗ്നിറ്റീവ് എംപത്തി ആണുള്ളത്. ഇമോഷണൽ എംപത്തിയെക്കാളും കോഗ്നിറ്റീവ് എംപത്തിയാണ് നമ്മളുടെ ആൾക്കാർക്ക്, നമ്മളുടെ DNA-യിലുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. വാട്ട് ഈസ് ഇമോഷണൽ എംപത്തി, വാട്ട് ഈസ് കോഗ്നിറ്റീവ് എംപത്തി എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സോ ഇമോഷണൽ എംപത്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു വിഷമം വന്നാൽ നമ്മളത് കണ്ടു, നമ്മൾക്ക് ആ സെയിം ഫീലിംഗ് നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് എംപത്തി. നമ്മൾ വാക്കിംഗ് ഇൻ ദാറ്റ് പേഴ്സൺസ് ഷൂസ് എന്ന് പറയും. അപ്പം അത് രണ്ട് ഫാക്ടർ ഉണ്ട്. ആ ഒരു എംപത്തിയിൽ രണ്ട് ടൈപ്പ് ഓഫ് എംപത്തി ഉണ്ട്.
ഫസ്റ്റ് ഇമോഷണൽ എംപതി, അയാൾ ഫീൽ ചെയ്യുന്ന അതേ ഫീലിംഗ് നമുക്ക് കിട്ടും, നമ്മൾ ഫീൽ ചെയ്യാണ്, അത് ഫസ്റ്റ്. സെക്കൻഡ്, കോഗ്നിറ്റീവ് എംപതി. ഓക്കെ, ഇയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യട്ടെ, അല്ലെ? പ്രോബ്ലം സോൾവിങ്, ഫിക്സിങ് മോഡ്. അപ്പോൾ ഫീലിംഗ് മോഡ്, ഫിക്സിങ് മോഡ്, അതാണ് ടു എംപതി. അപ്പോൾ ഒരമ്മ ഫോർ എക്സാമ്പിൾ, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ്, ഈ രണ്ട് എംപത്തിയും കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ടേമുള്ളൂ, ഇമോഷണൽ അറ്റ്യൂൺമെന്റ്. ഇമോഷണൽ അറ്റ്യൂൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അലൈൻ ചെയ്യാണ് ഇയാൾക്കുള്ള അതേ രീതിയിൽ അയാൾ പറയാതെ തന്നെ നമ്മൾക്ക് അയാളെ മനസ്സിലാകും. അതാണ് ഇമോഷണൽ അറ്റ്യൂൺമെന്റ്. അപ്പോൾ ഒരു പുതിയ അമ്മ, ഒരു ന്യൂ ബോൺ ബേബിയുടെ അമ്മയും ഒരു ന്യൂ ബോൺ മദറാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലേഡിക്ക് ഉള്ള വിഷമങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കുന്നു, പിന്നെ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അത് രണ്ടും ചെയ്യുമ്പോഴാണ് ആ അമ്മയ്ക്ക് മനസ്സിലാകുന്നത്, ഓക്കെ, എന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? അതുപോലെ എൻ്റെ ഈ ഫീലിങ്സ്, എൻ്റെ ഈ ഗ്രീഫ്, സങ്കടം, എപ്പോഴും ഭയങ്കര അപ്ബീറ്റായിട്ട് കൊച്ചുണ്ടായല്ലോ എന്നുള്ള സന്തോഷം മാത്രമല്ല, എൻ്റെ അതർ ഫീലിങ്സും എനിക്കുള്ളത് നോർമലാണെന്ന് വാലിഡേറ്റ് ചെയ്യാൻ ഒരാളിവിടെ ഉണ്ട്. അപ്പം അവർക്കൊരാശ്വാസം കിട്ടും, അല്ലെ? അപ്പം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് മിസ് ചെയ്യുമ്പോഴാണ് ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അങ്ങനെയുള്ള ഇതിലേക്ക് പോകുന്നത്. അപ്പം നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, സിസ്റ്റർ, നമ്മുടെ സിസ്റ്റർ ഇൻ ലോ, ആരെങ്കിലും അങ്ങനെ ഉള്ള ഒരു മദർഹുഡിലേക്ക് വന്നൊരു പുതിയ ഒരു അമ്മയായിട്ടുണ്ടെങ്കിൽ ആ ഇമോഷണൽ അറ്റ്യൂൺമെന്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പറയാനുള്ളത്, എൻ്റെ ഒരു നീഷ് എന്ന് പറഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ ചൈൽഡ്ഹുഡ് ട്രോമയാണ്. എൻ്റെ പ്രാക്ടീസിൽ ഞാനിവിടെ USA-ലാണുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയാണ് എൻ്റെ നീഷ്. എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളുടെ അഡൾട്ട് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് എൻ്റെ എല്ലാ പ്രാക്ടീസും. ദ ഹോൾ പ്രിമിസ് ഓഫ് മൈ പ്രാക്ടീസ് ഈസ് ദാറ്റ്. അപ്പോൾ ഒരു അമ്മ ആയിക്കഴിയുമ്പോൾ, ഒരു കുട്ടി, ഒരു ലേഡി, ഒരു സ്ത്രീ അമ്മയായി കഴിയുമ്പോൾ അവർക്കൊരു ഒരു പവർലെസ് ആയിട്ട് തോന്നുകയാണ്. ഞാൻ പവർലെസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു കൺട്രോൾ ഇല്ല. ആ ലേഡിക്ക്, ഒരമ്മയ്ക്ക് അവരുടെ ടൈമിൽ അവർക്ക് കൺട്രോൾ ഇല്ല. അവർക്ക് സമയത്ത്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം, അത് പറ്റില്ല. കുഞ്ഞിൻ്റെ അതനുസരിച്ച് നിൽക്കണം. പിന്നെ എനിക്ക് ഇത്ര സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കണം, അവർക്ക് കഴിക്കാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ അതനുസരിച്ച് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അവരുടെ ബോഡിയിലോ അവരുടെ ടൈമിലോ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ഔട്ട് ഓഫ് ദെയർ കൺട്രോൾ ആയി, അല്ലേ? അപ്പോൾ അവർക്ക് പണ്ട് അവർ എല്ലാ കാര്യവും ചെയ്യാൻ അവർക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്കൊരു ഫിയറാണ്. ഫിയർ ആസ് ഇൻ, എൻ്റെ കുഞ്ഞിനെ എന്ത് പറ്റും, കുഞ്ഞിനെ നോക്കണം, എപ്പോഴും കുഞ്ഞിനെ കുറിച്ചുള്ള ഒരു വ്യാധി അവർക്കുണ്ട്. And that's when she start making decisions based on fear instead of making decisions based on freedom. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടിയെ പോലെ ആയിപ്പോവാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്, നമുക്ക് ഫ്രീഡം ബേസ്ഡ് ഡിസിഷൻ എടുക്കാൻ അധികം പറ്റുന്നില്ല. എസ്പെഷ്യലി നമ്മൾ ചൈൽഡ്ഹുഡിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള പേരൻറ്റിൻ്റെ കൂടെ നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ വളർന്നെങ്കിൽ അതൊരു ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അപ്പോൾ ഫിയർ ബേസ്ഡ് ഡിസിഷൻസ് ഒരു ട്രോമയാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു മദറായിട്ട് നിന്നപ്പോൾ നമുക്ക് ആ സെയിം ഫീലിംഗ് ഒരു പെട്ടെന്ന് നമ്മളുടെ പഴയ കാലത്തിലെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമ്മമാർക്ക് എന്തെങ്കിലും ചിലപ്പോൾ മെൻ്റൽ ഹെൽത്ത്, സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള കാരണം. പക്ഷെ ഇതിന് അതൊരെണ്ണം. പിന്നെ വേറെ ഒരെണ്ണം, നമുക്കൊരു ഇത് ജനറേഷൻ, ട്രോമ ഇസ് ജനറേഷണൽ. നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെയാണ്, അമ്മ എപ്പോഴും അങ്ങനെ ഇരുന്ന് കൊച്ചിനെ നോക്കുന്നില്ല, അമ്മ കൊച്ചിനെ അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കൊച്ചിനെ കയ്യിൽ വെച്ചോണ്ട് പണി ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്ത ഒരു സ്റ്റൈൽ ഓഫ് ലൈഫ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ നെക്സ്റ്റ് ജനറേഷനിലെ മോളും അത് തന്നെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ, ഇപ്പം നിങ്ങളൊരു
അമ്മയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ തീരുമാനം എടുക്കണം. ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മൈ ടൈം for my baby and for myself, and I'll take care of me and my baby. പക്ഷെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവർക്ക് തന്നെ എടുക്കാൻ പറ്റില്ല. അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം, അല്ലേ? അപ്പോൾ ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞാൽ, ഇമോഷണൽ അറ്റ്യൂൺമെന്റ് കൊടുക്കുന്നു, ഇവരതിന് റെഡിയാകുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ആ അമ്മയ്ക്കും കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായ സന്തോഷമായ ഒരു ജീവിതം ലഭിക്കുന്നത്. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കും. ഒരു കൊച്ചുണ്ടായ ആ കൊച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ ഒരു കൊച്ചിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ അമ്മയ്ക്ക് എങ്ങനെ അവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട്, ഒരു ഇമോഷണലി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ഒരു നല്ല ലൈഫ് കിട്ടുന്നത്. പിന്നെ ഈ ടേമിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ 2-3 പേരുടെ പേര് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അവരുടെ ബുക്സ് ഒക്കെ വായിച്ചിട്ടൊക്കെയാണ് എനിക്ക് ഈ നോളജൊക്കെ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഈസ് ഡേന റാഫേൽ. അവരാണ് ഈ മെട്രിസൻസ് എന്നുള്ള ടേം കോയിൻ ചെയ്ത്, ടേം ആദ്യമായിട്ട് അവരാണ് ഉണ്ടാക്കിയത് ആ ടേം. പിന്നെ നെക്സ്റ്റ് പേഴ്സൺ ഈസ് ലൂസി ജോൺസ്. ഷീസ് എ ജേർണലിസ്റ്റ്. ഷീ ആക്ച്വലി റോട്ട് എ ബുക്ക് on matrescence. The third person is Alexandra Sachs. She's a psychologist and she talks a lot about this topic. So this will be the end of my video. So എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇത് ശരിക്കും ഭയങ്കര ഇമോഷണലാണ് എനിക്ക് ഈ വീഡിയോ പറയുമ്പോൾ. ഞാൻ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. എൻ്റെ അമ്മ, ഞാൻ എൻ്റെ അമ്മയെ കുഞ്ഞാച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടിക്കൂടെയൊക്കെ എൻ്റെ അമ്മ കടന്നു പോയി. അമ്മയ്ക്ക് 5 മക്കളായിരുന്നു. അപ്പം ഞങ്ങളെയൊക്കെ വളർത്താനായിട്ട് അമ്മ ഫുൾ ടൈം ജോലി ചെയ്തു. എൻ്റെ അപ്പം അത്ര അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു. രണ്ടുപേരും ജോലി ചെയ്തു. പക്ഷെ അമ്മയ്ക്കായിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ദാറ്റ്സ് വൈ ഐ എം മോട്ടിവേറ്റഡ് ടു മേക്ക് ദിസ് വീഡിയോ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പിക്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് മലയാളി മനസ്സ് എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് മേ ബി വീക്ക്ലി 1 or 2 പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാപ്പി മദേഴ്സ് ഡേ ടു എവറിബഡി. താങ്ക് യു.